ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ, നല്ല അടിപൊളി പരിപാടിയാണ്. ഇത് കണ്ടോ, നിറയെ പുളിയുണ്ട്, വെറുതെ നിന്ന് പോവാണ്. ഇത് വെച്ച് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ ഐറ്റം ഇത് വെച്ചൊന്നും അല്ല കേട്ടോ. ഇന്നത്തെ സ്പെഷ്യല് ഇന്ന് ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ മാസവും ഒരു ദിവസം ബിരിയാണിയാണ് സ്പെഷ്യലായിട്ട്. ഇപ്പം ഞാനത് നിർത്തിയിട്ട് എല്ലാ മാസവും 1-2 ദിവസം പൊതിച്ചോറാക്കി. അതാകുമ്പം നല്ലതല്ലേ. അപ്പോൾ വാഴയില വെട്ടാനായിട്ട് വന്നതാണ്. അത് സാഹസികമായി വാഴയിലേക്ക് വെട്ടി ക്ലീൻ ചെയ്തു. പൊക്കക്കുറവായതുകൊണ്ട് വാഴയില വെട്ടുന്നത് എനിക്കൊരു സീനാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ പൊതിച്ചോറിനുള്ള കറികളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഞാൻ വാഴയില കൊണ്ടുവന്നിട്ട് അത് വാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ കറി പയറുതോരനാണ്. ഈ പയറുതോരൻ ഇല്ലാത്ത ഒരു പൊതിച്ചോറ് എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പൊതിച്ചോറിൽ പയറുതോരൻ മസ്റ്റാണ്. അതും കൂർക്ക മെഴുക്കുവരട്ടി, അതും എനിക്ക് വലിയ ഇഷ്ടമാണ്. അത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ്. അത് രണ്ടും ഞാൻ എന്തായാലും മസ്റ്റായിട്ട് കാണും. പിന്നെ ഉള്ളത് ഫിഷ് ഫ്രൈ ആണ്. ഇത് വറ്റയാണ്, ഇത് ചേട്ടനുള്ളതാണ്. ഞാൻ വറ്റ കഴിക്കില്ല. പിന്നെ ഉള്ളത് നമ്മുടെ ചെറിയ ചാള മത്തി ഫ്രൈ, അത് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ മുട്ട, അതും ചോറും ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പച്ചടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം തോരനായിരുന്നു, ഇത് പച്ചടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ തേങ്ങയും കടുകും ഒന്നും അരച്ചിട്ടില്ല, ജസ്റ്റ് തോരൻ പോലെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ. പക്ഷേ ഇത് പച്ചടി അടിപൊളിയാണ്. ഇത് തേങ്ങ ഒന്നും അരയ്ക്കാതെ കടുകൊന്നും അരയ്ക്കാത്തൊരു പച്ചടിയാണ്. ഇത് തൈര് ചേർക്കാതെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പിറ്റേന്നും എടുക്കാം. തൈര് ചേർത്ത് വെച്ചാൽ ചീത്തയായി പോകും. അപ്പോൾ ആ ഒരു പച്ചടി ഉണ്ട്. പിന്നെ നല്ല ചെമ്മീൻ ചമ്മന്തിയാണ്, നല്ല അടിപൊളി ചെമ്മീൻ ചമ്മന്തി. പിന്നെ ഒരു ഐറ്റവും കൂടെ ഉണ്ട്, അത് ഞാൻ നമ്മുടെ പൊതിച്ചോറ് സെറ്റാക്കുന്ന സമയത്ത്, നമ്മൾ പൊതിച്ചോറ് കെട്ടുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പൊതിച്ചോറിൻ്റെ നമ്മുടെ കറികളെല്ലാം. അപ്പം നമുക്കിനി പൊതിച്ചോറ് സെറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് നേരം വെച്ചിട്ട് വേണമല്ലോ കഴിക്കാൻ. അപ്പം നമുക്ക് പൊതിച്ചോറ് കെട്ടാം. നമ്മുടെ പൊതിച്ചോറ് കെട്ടാൻ ആദ്യം തന്നെ ചേട്ടനുള്ള പൊതിച്ചോറാണ്. ചോറ് ചേട്ടനാണ് ആദ്യം പൊതിച്ചോറ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് ഞാൻ വെക്കുന്നത് ബീറ്റ്റൂട്ട് പച്ചടിയില്ലേ, അതാണ്. കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയാണ്. ഞാനതൊരു കട്ടയല്ലാതെ ഒരു പൊടി ടൈപ്പാണ് ഉണ്ടാക്കിയത്. ഇടിച്ചമുളകാണ് ഇട്ടേക്കുന്നത്. പിന്നെ വെക്കാൻ പോകുന്ന ഫിഷ് ഫ്രൈ ആണ്. ഇത് കുരുമുളകും വെളുത്തുള്ളിയൊക്കെ വെച്ച് അരച്ച് നല്ല അടിപൊളി മസാലയിൽ ചെയ്ത ഫിഷ് ഫ്രൈ ആണ്. ഇനി അടുത്ത നമ്മുടെ കൂർക്ക മുളകിൽ ഇടിച്ചമുളക് ഇട്ട നമ്മുടെ കൂർക്ക. അതിന് ഇച്ചിരി ചൂടുണ്ട്, ചൂടോടെ വെക്കുമ്പോഴാണ് ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങുന്നത്. പിന്നെ ഞാൻ നമ്മുടെ മുട്ട വെച്ചു. പിന്നെ പയറുതോരൻ, സ്പേസ് കുറവാണ്, പയറുതോരൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു സംഭവം കൂടെ വെക്കണം. ഫസ്റ്റായിട്ട് ഇതേ ഈന്തപ്പഴം അച്ചാറാണ്. അച്ചാറും കൂടെ വെച്ച് നമുക്ക് പൊതിച്ചോറിന് കെട്ടിവെക്കാം. ചേട്ടനുള്ള പൊതിച്ചോറ് റെഡിയായി. ഇനി എനിക്കുള്ളത് എടുത്തു വെക്കാം. അടുത്ത പൊതിച്ചോറ് ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ചമ്മന്തി, മുട്ട വറുത്തത്, ചാള ഫ്രൈ, കൂർക്ക, പയറുതോരൻ, നമ്മുടെ പച്ചടി. പിന്നെ ലാസ്റ്റ് ആയിട്ട് ചേട്ടന് വെക്കാത്തൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ചമുളക് വെച്ചൊരു ചമ്മന്തി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അതും കൂടെ വെച്ച് നമ്മുടെ ചോറ് കാണാത്ത രീതിയിൽ പൊതിച്ചോറ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഇന്ന് ചേട്ടന് പോവണ്ട ഓഫ് ആയതുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള പൊതിച്ചോറ് ഉണ്ടാക്കി സെറ്റായിട്ട് കഴിച്ചു. അപ്പൊ എല്ലാവരും കൊതിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാന്ന് വെച്ചത്. നല്ല അടിപൊളി പൊതിച്ചോറായിരുന്നു. ഇനി അടുത്ത പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പൊതിച്ചോറ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പം
എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അടുത്ത വീഡിയോ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ഹലോ മീന രണ്ടും തലയോ വേണം.